ഹിസ്റ്ററി ഓഫ് മോളിക്കുലർ ബയോളജി. മോളിക്കുലർ ബയോളജി എന്ന ശാസ്ത്രശാഖയുടെ ചരിത്രം എന്ന വിഷയമാണ് ഈ ക്ലാസ്സിൽ ചർച്ചയ്ക്കായി വച്ചിരിക്കുന്നത്. മോളിക്കുലർ ബയോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി ദാറ്റ് ഡീൽസ് വിത്ത് the composition, structure and function of cellular molecules like proteins and nucleic acids essential for cellular functions and mechanisms. ബയോളജി അല്ലെങ്കിൽ ജീവശാസ്ത്രത്തിൻ്റെ ഒരു ഉപശാസ്ത്രശാഖയാണ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖ. പ്രധാനമായിട്ടും പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ, അവയുടെ ഘടന, അവയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. മോളിക്കുലർ ബയോളജി ഈസ് പ്രൈമർലി ഫോക്കസ്ഡ് ഓൺ ന്യൂക്ലിക് ആസിഡ്സ് ലൈക്ക് DNA and RNA, their structure, composition, expression and interaction among themselves. മോളിക്കുലർ ബയോളജി ഫോക്കസ് ചെയ്തിരിക്കുന്നത് DNA-യും RNA-യും, പ്രധാനമായിട്ടും മോളിക്കുലർ കോശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായ DNA, RNA, അവയുടെ ഘടന, അവയുടെ കോമ്പോസിഷൻ, അവ എങ്ങനെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു, അവ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ, ഇവ പഠനവിധമാക്കുന്നതിനാണ് മോളിക്കുലർ ബയോളജി പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. മോളിക്കുലർ ബയോളജി ഈസ് സ്ലോലി ബിക്കമിങ് ആൻ ഇമ്പോർട്ടൻ്റ് ഏരിയ ഓഫ് റിസർച്ച് വിത്ത് ദ ഡിസ്കവറി ദാറ്റ് ന്യൂക്ലിക് ആസിഡ് ആൻഡ് അതർ ബയോമോളിക്യൂൾസ് play a vital role in the normal functioning of the body. മോളിക്കുലർ ബയോളജിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ന്യൂക്ലിക് ആസിഡുകളുടെയും അവയുടെ പ്രവർത്തനങ്ങളുടെയും കണ്ടുപിടുത്തത്തോടു കൂടി മോളിക്കുലർ ബയോളജി എന്ന ശാസ്ത്രശാഖ വളരെ വേഗം പുരോഗതി പ്രാപിച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. മോളിക്കുലർ ബയോളജി ഡെവലപ്ഡ് ആസ് എ സെപ്പറേറ്റ് ഡിസിപ്ലിൻ ഫ്രം അതർ ബ്രാഞ്ചസ് ലൈക്ക് ബയോകെമിസ്ട്രി, ജെനറ്റിക്സ് ആൻഡ് ബയോഫിസിക്സ്. മോളിക്കുലർ ബയോളജി ബയോകെമിസ്ട്രിയും ജെനറ്റിക്സും ബയോഫിസിക്സും ഡെവലപ്പ് ചെയ്ത് വന്നതുപോലെ സമാനമായി വളരെ വേഗത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു ശാസ്ത്രശാഖയാണ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. ഇനിഷ്യൽ സ്റ്റഡീസ് ഇൻ മോളിക്കുലർ ബയോളജി വെയർ ഇൻവോൾവ്ഡ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് 3-dimensional structure of proteins in order to understand their structure and mechanism of action and expression. മോളിക്കുലർ ബയോളജിയിൽ ആദ്യകാലങ്ങളിൽ പ്രോട്ടീനുകളുടെ ത്രിമാന രൂപങ്ങൾ, 3-dimensional സ്ട്രക്ചറുകൾ കണ്ടുപിടിക്കാനായിട്ടാണ് പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ പിന്നീട് അവയുടെ ഈ സ്ട്രക്ചർ എത്രത്തോളം പ്രോട്ടീൻ്റെ എക്സ്പ്രഷനെ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു എന്ന തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് ഇടയാക്കി. കറണ്ട് അഡ്വാൻസ് ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി ഹാവ് മെയ്ഡ് ഈവൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് കംപ്ലീറ്റ് സീക്വൻസ് ഓഫ് ഹ്യൂമൻ ജീനോം എ ഫീസിബിൾ പ്രോജക്റ്റ്. റീകോംബിനന്റ് DNA ടെക്നോളജി എന്ന മോളിക്കുലർ ബയോളജിയിലെ നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തം, അല്ലെങ്കിൽ DNA-യുടെ ഘടനയും DNA-യുടെ ഓരോ ഘടകങ്ങളും അല്ലെങ്കിൽ അതിനെ വേർതിരിച്ചെടുത്ത് ഓരോന്നായി പഠിക്കാൻ കഴിഞ്ഞത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് പോലെയുള്ള ജീനുകളെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് സാധ്യമാക്കി. മോളിക്കുലർ ബയോളജി ഓൾസോ പ്ലേ എ വൈറ്റൽ റോൾ ഇൻ സ്റ്റഡീസ് റിലേറ്റഡ് ടു a regulation of various parts of cells which can then be used to target new drugs and diagnose disease effectively. അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജി എന്ന ശാസ്ത്രശാഖ പേഴ്സണലൈസ്ഡ് മെഡിസിൻ, അതായത് കോശത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ മനസ്സിലാക്കി കോശത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലാണെന്നും അതിനെ ഏതൊക്കെ ഘടകങ്ങളാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കി മരുന്നുകൾ കണ്ടുപിടിക്കുന്നതിനും പേഴ്സണലൈസ്ഡ് മെഡിസിൻ, വ്യക്തിപരമായിട്ടുള്ള മരുന്നുകളും രോഗനിർണയത്തിനും ഒക്കെ സാധ്യമാക്കിയത് മോളിക്കുലർ ബയോളജി എന്ന ശാസ്ത്രശാഖയുടെ ഡെവലപ്മെൻ്റാണ്. ഇനി നമുക്ക് അതിൻ്റെ ചരിത്രത്തിലേക്ക് വരാം. ഇവിടെ മോളിക്കുലർ ബയോളജി എന്ന ശാസ്ത്രശാഖ ഡെവലപ്പ് ചെയ്ത് വന്നതിലുള്ള പ്രധാനപ്പെട്ട ചരിത്ര വസ്തുതകൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ദ നെയിം വാസ് കോയിൻഡ് ബൈ ഓറൻ വീവർ on the Rockefeller Foundation in 1938 was an ideal for physical and chemical explanation of life rather than a current discipline. 1938
റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാരൻ വിയർ എന്ന ശാസ്ത്രജ്ഞനാണ് മോളിക്കുലർ ബയോളജി എന്ന പേര് ഈ ശാസ്ത്രശാഖയ്ക്ക് നൽകുന്നത്. In 1929, Fabius Levin at the Rockefeller Institute identified the components, that is, 4 bases, the sugar and phosphate chain, and he showed that components of DNA were linked in the order of phosphate sugar base. 1929 തന്നെ ഫോബസ് ലീവൻ എന്ന ശാസ്ത്രജ്ഞൻ DNA നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 4 അടിസ്ഥാന ബേസുകൾ കൊണ്ടാണ്, അടിസ്ഥാന ഘടകങ്ങൾ കൊണ്ടാണെന്ന് കണ്ടുപിടിക്കുകയാണ്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങൾ DNA നിർമ്മാണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയും ഫോസ്ഫേറ്റും ഷുഗറും ചേർന്ന ഒരു ചെയിനായിട്ടാണ് DNA കാണുന്നത് എന്ന് കണ്ടെത്തലുകൾ 1929 തന്നെ നടക്കുകയുണ്ടായി. In 1940, George Beadle and Edward Tandem demonstrated the existence of a precise relationship between gene and proteins. അതിനുശേഷം 1940-കളിൽ ജോർജ് ബീഡിലും എഡ്വേർഡ് ടാൻഡവും ജീനുകളും പ്രോട്ടീനുകളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടുകിട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. അതായത് ഒരു ജീൻ ഒരു പ്രോട്ടീനു വേണ്ടി മാത്രമാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ DNA ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന കണ്ടെത്തൽ 1940-കളിൽ നടന്നു. In 1944, Oswald Avre, working at the Rockefeller Institute of New York, demonstrated that genes are made up of DNA. 1944 ശേഷം ഓസ്വാൾഡ് ആവ്രെ എന്ന ശാസ്ത്രജ്ഞൻ ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ജീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് DNA. ജീനുകൾ DNA കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തം 1944 നടത്തി. In 1952, Alfred Hershey and Martha Chase confirmed that the genetic material of the bacteriophage, the virus which infects bacteria, is made up of DNA. വളരെ സുപ്രധാനമായിട്ടുള്ള മറ്റൊരു കണ്ടുപിടുത്തം ആൽഫ്രഡ് ഹെർഷയും മാർത്ത ചേസും തമ്മിൽ നടത്തുകയുണ്ടായി 1952. അവരുടെ കണ്ടുപിടുത്തം ബാക്ടീരിയയെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ ഫേജുകളുടെ ജനിതക ഘടകങ്ങൾ DNA തന്നെയാണ് അല്ലെങ്കിൽ DNA കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു. In 1953, James Watson and Francis Crick discovered the double helical structure of DNA molecule. അതിനുശേഷം 1953 നമുക്ക് സുപരിചിതരായ വാട്സണും ക്രിക്കും ചേർന്നിട്ട് DNA ഡബിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ അവതരിപ്പിക്കുകയും അത് മോളിക്കുലർ ബയോളജിക്ക് പ്രധാനപ്പെട്ട ഒരു നേട്ടം അല്ലെങ്കിൽ മുന്നോട്ട് പോക്കലിന് ഇടയാക്കുകയും ചെയ്തു. In 1957, in an influential presentation, Crick laid out the central dogma which foretold the relationship between DNA, RNA and proteins and articulated the sequence hypothesis. അതിനുശേഷം 1957 ക്രിക്ക് സെൻട്രൽ ഡോഗ്മ ഓഫ് ബയോളജി, അതായത് DNA-യിൽ നിന്നും RNA-യിൽ നിന്നും പ്രോട്ടീൻ, ഇങ്ങനെ ഇൻഫർമേഷൻ അടങ്ങിയിരിക്കുന്നത് DNA-യിലാണ്. ആ ഇൻഫർമേഷൻ പകർത്തി എഴുതപ്പെടുന്ന രൂപം RNA-കളാണ്. അത് വർക്കിംഗ് ഫോമിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ രൂപത്തിലേക്ക് മാറുന്നത് പ്രോട്ടീനുകളിലേക്കാണ്. ഇങ്ങനെ മോളിക്കുലർ ബയോളജിയുടെ കേന്ദ്ര ബിന്ദു എന്നറിയപ്പെടുന്ന സെൻട്രൽ ഡോഗ്മ ഓഫ് ബയോളജി എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തം 1900 അവതരിപ്പിക്കപ്പെട്ടു. In 1958, Michelson and Stahl experiment proved that DNA replication was semi-conservative, a critical confirmation of the replication mechanism that was implied by the double helical structure. 1957 ശേഷം അടുത്ത വർഷം തന്നെ മീസൽസൺ, സ്റ്റാൾ എന്നീ 2 ശാസ്ത്രജ്ഞന്മാർ DNA റെപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് DNA-യിൽ നിന്ന് പുതിയ DNA-കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സെമി കൺസർവേറ്റീവ് രീതിയിലാണ്. അതായത് 2 DNA ഡബിൾ ഹാൻഡഡ് സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന DNA-കളും 2 സ്ട്രാൻഡോട് കൂടിയതായിരിക്കും. ഇങ്ങനെ 2 സ്ട്രാൻഡോട് കൂടിയ പുതിയ DNA-കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ
പുതുതായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന DNA-യിൽ അതിൻ്റെ പേരൻ്റൽ DNA-യുടെ ഓരോ സ്ട്രക്ചറും അല്ലെങ്കിൽ ഓരോ ഹെലിക്സും അടങ്ങിയിരിക്കുന്ന സെമി കൺസർവേറ്റീവ് രീതിയിലുള്ള റെപ്ലിക്കേഷനാണ് DNA-യിൽ നടക്കുന്നത് എന്ന സുപ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തം 1958 നടത്തുകയുണ്ടായി. In 1961, Francois Jacob and Jacob Monod hypothesized that the existence of an intermediary between DNA and it is protein products which they called messenger RNA. 1961 ഫ്രാൻസിസ് ജേക്കബും ജാക്കോസ് പൊണാർഡും ചേർന്ന് കണ്ടുപിടുത്തം ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ നടത്തി. DNA-യിൽ നിന്നും പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഈ പ്രോട്ടീൻ നിർമ്മാണത്തിന് ഇടനിലക്കാരനായി അല്ലെങ്കിൽ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു മെസ്സഞ്ചർ ഉണ്ട്. അത് RNA ആണെന്നും ആ RNA മെസ്സഞ്ചർ RNA ആണെന്നും ജേക്കബും ജാക്കോസ് മൊണാർഡും കൂടി 1961 കണ്ടെത്തുകയുണ്ടായി. In 1961, the genetic code was deciphered. Crick and Brenner identified triplet codon pattern, while Marshall Nierenberg and Heinrich J. Mattei of National Institute of cracked the codes for the first 54 out of the 64 codons. അതിനുശേഷം 1961 നടന്ന പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് ജനറ്റിക് കോഡിൻ്റേത്. അതായത് ജനറ്റിക് കോഡുകൾ ട്രിപ്ലെറ്റ്, അതായത് 3 കോഡുകൾ കൊണ്ടാണ് ജനിതക ഇൻഫർമേഷനുകൾ അല്ലെങ്കിൽ കോഡുകളുടെ രൂപത്തിലാണ് DNA-യിൽ ഇൻഫർമേഷനുകൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് ട്രിപ്ലെറ്റ് 3 കോഡുകൾ, ഓരോ ഇൻഫർമേഷനും 3 കോഡുകൾ അടങ്ങിയിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള കണ്ടുപിടുത്തം 1961 തന്നെ നടക്കുന്നു. ക്രിക്കും ബ്രണ്ണറും ചേർന്നിട്ടാണ് ഇങ്ങനെ കോഡോൺ പാറ്റേൺ 1961 അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ 54 കോഡുകൾ, ജനറ്റിക് കോഡുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ 1961 തന്നെ വരികയും ചെയ്തു. ഇത്രയുമാണ് മോളിക്കുലർ ബയോളജി എന്ന ശാസ്ത്രശാഖയുടെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. അതിനുശേഷം മോളിക്കുലർ ബയോളജി എന്ന് പറയുന്ന ശാസ്ത്രശാഖ വളരെയധികം വികാസം പ്രാപിച്ചു. അതിന് ധാരാളം ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായി. ഇന്ന് നമ്മൾ കാണപ്പെടുന്ന മോളിക്കുലർ ബയോളജിയിൽ കാണപ്പെടുന്ന ഡെവലപ്മെൻറ്റിനൊക്കെ അടിസ്ഥാനം പകർന്നത് നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളാണ്. അപ്പോൾ ഈ ശാസ്ത്രശാഖ ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു തരത്തിൽ നമുക്ക് പേഴ്സണലൈസ്ഡ് മെഡിസിൻ പോലെയുള്ള, അതുപോലെ പൈപ്പ് ലൈൻ ഡ്രഗ് ഡിസ്കവറി പോലെയുള്ള ബയോ ഇൻഫർമാറ്റിക്സുമായി ചേർന്നിട്ട് ഈ ശാസ്ത്രശാഖ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അതുപോലെ നാശോന്മുഖമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും മോളിക്കുലർ ബയോളജി എന്ന ശാസ്ത്രശാഖയിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റീകോംബിനന്റ് DNA ടെക്നോളജി മൂലം ഉണ്ടാക്കപ്പെട്ട വൈറസുകൾ, അതുമൂലം ഉണ്ടാക്കപ്പെട്ട പ്ലാന്റുകൾ, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, പ്ലാന്റുകൾ തുടങ്ങിയവയൊക്കെ പ്രയോജനങ്ങളും ദോഷവശങ്ങളും നമുക്ക് നൽകിയിട്ടുള്ളവയാണ്. ഇത്രയുമാണ് ഈ ക്ലാസ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ മോളിക്കുലർ ബയോളജിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. താങ്ക് യു.